പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവ വചന ശുശ്രൂഷ ദൈവമാണ് നമുക്ക് നൽകുന്നത്. വചന ശുശ്രൂഷകളിലും ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിച്ചുള്ള പ്രാർത്ഥനകളിലും ദൈവം തൻ്റെ മഹനീയമായ ശക്തി വെളിപ്പെടുത്തുന്നുണ്ട്. അത് വിശ്വാസത്തോടെ ഒരു വ്യക്തി സ്വീകരിക്കാൻ ഹൃദയം തുറന്നാൽ ആ വ്യക്തിക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവവേദ്യമാക്കി കൊടുക്കും. ഒരു യുവാവിൻ്റെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ആൻഡോ. ഞാൻ താമരശ്ശേരി രൂപതയിലെ പൊയിലോഞ്ചാലിൽ നിന്ന് വരുന്നു. എനിക്ക് 2018 ഒക്ടോബർ മാസത്തിൽ പെട്ടെന്നൊരു ദിവസം ഞാൻ ബാത്റൂമിൽ കയറി കുളിക്കാൻ വേണ്ടി തലയിൽ വെള്ളം ഒഴിച്ച് കൈ കൊണ്ട് ഇങ്ങനെ തലയിൽ തടവി നോക്കുമ്പോൾ എൻ്റെ തലയിലെ മുടി വളരെ കൂടുതലായിട്ട് ഈ 2 കൈയിൽ ഇങ്ങനെ പറഞ്ഞു പോരുന്നു. നോക്കാതെ വെറുതെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ തലയിൽ നാക്കിയതുള്ളൂ, മുടിയെല്ലാം കൂടെ ഊരി പോരുക. എന്തൊരു കഷ്ടം. അങ്ങനെ 2-3 ദിവസം കൊണ്ട് നോക്കിയേ, തലയിലെ മുടി പോയിട്ട് ഇങ്ങനെയായി. ദൈവമേ, ഒരു പ്രശ്നമില്ലാതെ നല്ല തിക്കായിട്ട് മുടി ഉണ്ടായിരുന്ന തലയാണ്. ഒരു ദിവസം വെറുതെ ബാത്റൂമിൽ കയറിച്ചിട്ട് വെള്ളം. മനുഷ്യൻ്റെ ഒക്കെ സ്ഥിതി ചിന്തിച്ചു. ഇതിങ്ങനെ നാക്കിയത് മുടിയെല്ലാം കൂടെ ഊരി ഇങ്ങ് പോകും. അങ്ങനെ അധികം ദിവസമൊന്നും എടുത്തില്ല. ആകെ 3 ദിവസം കൊണ്ട് എൻ്റെ തലയിലെ മുടിയും താടിയും മൊത്തം പൊഴിഞ്ഞു പോയി. ഒന്നുമില്ല, വെറും ഇങ്ങനെ പ്ലെയിനായി മാറി. അങ്ങനെ മുടി പോയി കഴിഞ്ഞപ്പോൾ എനിക്കാകെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞാൻ വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിച്ചു. കാരണം അങ്ങനെ ഒരു പ്രശ്നം അനുഭവിക്കാൻ ഞാനൊരു 5 കൊല്ലമായിട്ട് എനിക്ക് വയറിനൊരു വേദനയുണ്ടായിരുന്നു. അതികഠിനമായ വേദനയല്ല, പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്തു, പല മരുന്നുകളും കഴിച്ചു. ഇതൊന്നും കഴിച്ചിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അങ്ങനെ പല ഹോസ്പിറ്റലുകളിലൂടെയും കയറി ഇറങ്ങി പല ചെക്കപ്പുകളും നടത്തി. ടെസ്റ്റിലൊന്നും കാണുന്നില്ല. അങ്ങനെ വയറുവേദനയ്ക്കാണെങ്കിൽ യാതൊരു കുറവുമില്ല, വയറിൽ ഭയങ്കര അസ്വസ്ഥത. അങ്ങനെ ഇരിക്കുമ്പം ഈ ഒന്നിൻ്റെ കൂടെ വേറൊന്നും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ മാനസികമായിട്ട് ഞാൻ വളരെയധികം തളർന്നുപോയി. അങ്ങനെ എന്ത് ചെയ്തു, അതിനു മുമ്പ് ഈ മുടി പോകുന്നതിന് മുമ്പാണെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ അട്ടപ്പാടി പോകുന്നവരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മുടി പോകുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഈ അട്ടപ്പാടിയിലൊന്ന് വരണം, ഇവിടെ ഒന്ന് വന്ന് ഈ അഭിഷേകാഗ്നിയിലും ഇവിടെ നടക്കുന്ന ഈ ധ്യാനത്തിലുമൊക്കെ ഒന്ന് പങ്കെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തീരുമാനിച്ചു. ഒക്ടോബർ മാസത്തിൽ മുടി പോയി, നവംബർ മാസത്തിൽ എന്തായാലും പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും കൂടെ ആ നവംബർ മാസത്തിൽ ഇവിടെ വന്ന് എൻ്റെ തലയിൽ ഒരു തോർത്തിട്ടിട്ട് ഞാൻ ഇപ്പം നിങ്ങളെല്ലാവരും ഇരിക്കുന്നത് പോലെ അവിടെ ഇങ്ങനെ ഇരുന്നു. ഈശോയെ, അന്ന് ഏത് വർഷം അത്? 2018 നവംബർ മാസത്തിൽ. 2018 നവംബർ മാസത്തിൽ വന്നപ്പോൾ ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതേമാതിരി ഒരു സ്ഥലത്ത് ഈ തലയിൽ തോർത്തൊക്കെ ഇട്ടൊരു തൊപ്പിയെല്ലാം ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്നു. അന്നേരം ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ സാക്ഷ്യം പറയാൻ വേണ്ടി ഒത്തിരി ആളുകൾ ഇങ്ങനെ വരികയാണ്. അങ്ങനെ അവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ സാക്ഷ്യം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ, അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരാളുടെ തലയിൽ ഒരു മുടിനാരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് ഞാൻ അറിഞ്ഞുകൊണ്ടായിരിക്കും. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ തലയിലെ മുടി പോയിട്ടുണ്ടെങ്കിൽ അത് തിരികെ തരാൻ എൻ്റെ ഈശോയ്ക്ക് അറിയാം എന്ന് ഞാൻ വിശ്വസിച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 6-7 വാക്യങ്ങൾ.
5 കുരുവികൾ 2 നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കും. ഒരു തലമുടിയുടെ ആണെങ്കിൽ അതുപോലും ഞാൻ എണ്ണിയിട്ടുണ്ട്, ഞാൻ അറിയാതെ അത് ഒഴിഞ്ഞു വീഴില്ല. ഇതാണ് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇത് ഈ മകൻ ആ സമയത്ത് അങ്ങോട്ട് പറഞ്ഞു. ഈ കൺവെൻഷൻ ഇവിടെ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു. ഇവിടെ ഇരുന്നുകൊണ്ട് വേദനയോട് പറഞ്ഞു, എൻ്റെ ഓരോരുത്തരുടെ ഒരു മുടിനാരിഴ പോലും അവിടുന്ന് എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നതാണല്ലോ കർത്താവ്. അത് വചനമാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു അല്ലേ? ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, എനിക്ക് എൻ്റെ മുടിയെല്ലാം തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുമെന്ന്. നിങ്ങളിരിക്കുന്ന സ്ഥലത്തിരുന്ന് ഈ മകൻ ഹൃദയവേദനയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പെട്ടെന്നൊന്നും മുടി തരണ്ട, പക്ഷേ ഒരു വർഷത്തിനപ്പുറത്ത് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയും. എനിക്ക് അന്നേരത്തേക്കും ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ എനിക്ക് ഉണ്ടായിരുന്നത് പോലെയുള്ള ആ മുടിയും ഈ താടിയും ഒന്ന് തിരികെ തന്നാൽ മാത്രം മതി. ഞാൻ ഇവിടെ നിന്ന് ഈ ദൈവജനത്തിൻ്റെ മുന്നിൽ നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ എന്നെ ഇടയാക്കണം എന്ന് പറഞ്ഞു. എൻ്റെ കർത്താവേ, എനിക്ക് ഉണ്ടായിരുന്നത് പോലെ, അധികമൊന്നും ഞാൻ ചോദിക്കും, എനിക്ക് ഉണ്ടായിരുന്നത് പോലെ അത് പെട്ടെന്നും തരണ്ട. ഞാൻ 1 വർഷത്തിനുള്ളിൽ ഞാൻ സാക്ഷ്യം പറയും. അപ്പോഴേക്കും എൻ്റെ തല നിറച്ചും എനിക്ക് മുടി വേണം, എനിക്ക് താടിയും പഴയതുപോലെ വേണം എന്ന് പറഞ്ഞ് അവൻ യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ നവംബർ മാസത്തിൽ ഇവിടെ വന്നു, ഡിസംബറിൽ ഇവിടെ വന്നു, 2019 ജനുവരി മാസത്തിലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കടന്നു പോകുമ്പം മൂന്നാമത്തെ മാസം ഞാൻ പ്രാർത്ഥിച്ച് കടന്നു പോകുമ്പോൾ പറഞ്ഞു, അടുത്ത വർഷം ഈ സമയത്ത് ഞാൻ ഇവിടെ വരും, എനിക്ക് വിശ്വാസമുണ്ട്. മുകളിലത്തെ കൽക്കുരിശിൽ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് എൻ്റെ തലയവിടെ മുട്ടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് മുടി തരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് എൻ്റെ വികാരി അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മകനെ, നിനക്ക് ഈ പോയത് ഉറപ്പായിട്ടും തിരിച്ചു കിട്ടും, ഒന്നും കൊണ്ട് നീ സങ്കടപ്പെടേണ്ട എന്ന് പറഞ്ഞു. ആ വിശ്വാസം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഹാനാമ്പെള്ളവും യേശുനാമത്തിൻ്റെ ശക്തി എന്ന് പറയുന്ന പുസ്തകവും എടുത്തുകൊണ്ട് പോയി എല്ലാ ദിവസവും അന്തി ഉറങ്ങാൻ നേരത്ത് എൻ്റെ തലയിൽ ഈ ഹാനാമ്പെള്ളം എടുത്തിട്ട് ഇങ്ങനെ കുരിശ് വരച്ചിട്ട് കിടക്കും. ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ തലമണയുടെ അടിയിൽ യേശുനാമത്തിൻ്റെ പുസ്തകം, യേശുനാമത്തിൻ്റെ ശക്തി എന്ന് പറയുന്ന പുസ്തകവും വെച്ചിട്ട് ഞാൻ എൻ്റെ തലയിൽ ഇങ്ങനെ മലത്തി വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് തിരികെ തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അടുത്ത വർഷം ഡേറ്റ് ഓർമ്മയുണ്ടല്ലോ, ഞാൻ പറഞ്ഞ വർഷം 2020 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഈ 3 മാസത്തിനുള്ളിൽ എനിക്ക് തരണം, എനിക്ക് അവിടെ പോകാൻ ഇടയാക്കണം എന്ന് പറഞ്ഞു. ദൈവം എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് ഈ മാർച്ച് മാസം ഇവിടെ വരാൻ എൻ്റെ നമ്മുടെ ദൈവം എന്നെ ഇതാ നേർച്ച പൂർത്തിയാക്കി. 2020 മാർച്ച് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച തന്നെ കർത്താവിൻ്റെ ആലയത്തിൽ വന്ന്, മലമുകളിൽ കർത്താവിൻ്റെ ആലയത്തിൽ വന്ന് കർത്താവിനുള്ള നേർച്ച പൂർത്തിയാക്കി. ഇന്ന് കർത്താവിൻ്റെ നാമത്തെ എളിയ മകൻ മഹത്വപ്പെടുത്തുകയാണ്. ഇത് ഒറിജിനൽ മുടിയാട്ടോ, സംശയം ഉണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിലും വലിച്ചു നോക്കാം. ആർക്കും വേണമെങ്കിൽ വലിച്ചു, വെപ്പുമുടിയാന്ന് വിചാരിക്കേണ്ട. സംശയമുള്ളവർ ആർക്ക് വേണമെങ്കിലും വന്ന് പരീക്ഷിച്ച് നോക്കാം. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, നിനക്കെന്തൊക്കെയോ വലിയ അസുഖമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കൊരു വലിയ അസുഖമില്ല, എന്നെ എൻ്റെ ഈശോ പരീക്ഷിക്കുന്നതാണ്. ഞാൻ എൻ്റെ ഈശോയിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി എന്നെ ഈശോ പരീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. എന്തെല്ലാം സാധനം ഒരു പ്രശ്നം വരുമ്പോൾ കേൾക്കേണ്ടി വരണമെന്ന് ചിന്തിച്ച് ചോദിക്കേ. നിപ്പിൽ എന്തെല്ലാം കേൾക്കണം. നിനക്ക് മാരകവ്യാധിയാണ്, നിനക്ക് വലിയ എന്തോ അസുഖമുണ്ട്, നീ ഇവിടെ നിന്ന് ട്രീറ്റ് ചെയ്താൽ നീ വെല്ലൂർക്ക് പോക്കോ. അവൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഒരു മുടിയുടെ താഴ്ച വീഴണമെങ്കിൽ അങ്ങ് അറിയാതെ പോകില്ലെന്ന് എനിക്കറിയാം, അത് വചനമാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കും അങ്ങേക്ക് ഇതെല്ലാം തിരിച്ചു തരാൻ പറ്റും. എനിക്ക് ആ കൽക്കുരിശിൻ്റെ അവിടെ ചെന്നിട്ട് കമിഴ്ന്ന് ആ കൽക്കുരിശെ കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചില്ലേ? ആ കൽക്കുരിശൽ കെട്ടിപ്പിടിച്ച് കർത്താവിനോട് പറഞ്ഞു, ഇതാ എൻ്റെ തല ഞാൻ ഈ കൽക്കുരിശിൻ്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. ആ കൽക്കുരിശ്, അതായത് വെറും ഒരു കൽക്കുരിശ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് കാഗുൽത്താമൽ ഈശോയുടെ കുരിശായിട്ടാണ് കണ്ടിരിക്കുന്നത്. ആ ഈശോയുടെ ആ കുരിശിൻ ചുവട്ടിൽ, ആ ഈശോയുടെ കാൽച്ചുവട്ടിൽ ഈ ഹൃദയവേദ സമർപ്പിക്കുന്ന ആ അനുഭവത്തിൽ കരഞ്ഞങ്ങോട്ട് സമർപ്പിച്ചു. അന്ന് പ്രാർത്ഥിച്ച പോലെ ഇന്ന് ഞാൻ ആ കൽക്കുരിശിന്റെ ചുവട്ടിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് നന്ദി പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നന്ദി പറഞ്ഞു. കാരണം കർത്താവ്, ഞാൻ വീണ്ടും വന്നിരിക്കുന്നു, ഇപ്പോൾ ഞാൻ അങ്ങേക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് വന്നിരിക്കണമെന്ന് പറഞ്ഞ് ആ കർത്താവ് അനുഗ്രഹിച്ച ആ ശിരസ്, ആ കൽക്കുരിശ്. എനിക്ക് മുടിയും താടിയും തന്നുള്ളതല്ല, ആ 5 വർഷം ഞാൻ അനുഭവിച്ച വയറുവേദന, എനിക്കതിൽ പിന്നെ ഇതുവരെയും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അത് കംപ്ലീറ്റ് പോയി. യേശുവേ, ഈ എളിയ മകൻ്റെ വിശ്വാസമാണ്. എല്ലാ ദിവസവും കൽക്കുരിശിൻ്റെ അവിടെ വെഞ്ചിരിച്ച വെള്ളം വെച്ചിട്ടുണ്ട്. കൽക്കുരിശിൻ്റെ അവിടെ വെഞ്ചിരിച്ച വെള്ളം, അത് ഒരുപാട് ശക്തിയുള്ളതാണത്. ഒരുപാട് പേര് അതെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ക്യാൻസർ മാറുന്നു. ഈ മകൻ അതെടുത്ത് എല്ലാ ദിവസവും ഒരു തുള്ളി എടുത്ത് നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് പറയും,
എൻ്റെ അപ്പ എനിക്ക് മുടി തിരിച്ചു തരണം. പിന്നെ ആ യേശുവിൻ്റെ ആ പുസ്തകം എടുത്ത് അങ്ങോട്ട് തലയിൽ വെക്കും. ഈ യേശുവിൻ്റെ നാമത്തിൽ ഈ മുടി കിട്ടും വിശ്വസിച്ച് പറഞ്ഞു. അത് അല്ലേ, ഒറ്റ കാര്യം കൂടെ പറയാം. ഞാനൊരു ഫാബ്രിക്കേഷൻ വർക്കറാണ്. ഞാൻ ഈ മുടിയില്ലാത്ത സമയത്ത് ഓരോ വീടുകളിൽ കൂടെ പണിക്ക് ചെല്ലുമ്പോൾ എൻ്റെ മുടിയില്ലാത്ത എന്നെ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പം ഒരു 2-3 മാസം മുമ്പ് ഞാൻ അതേ വീട്ടിൽ വർക്കിന് ചെന്ന് കഴിഞ്ഞപ്പം അവിടെയുള്ള പിള്ളേരൊക്കെ എന്നോട് ചോദിക്കുക, ആ തലമുടിയില്ലാത്ത ചേട്ടൻ എവിടെയാണ്, ഇപ്പോൾ ആ ചേട്ടാ ഇല്ലേ? അല്ലെങ്കിൽ അവിടുത്തെ അമ്മച്ചിമാരെന്ന് ചോദിക്കും, മോനെ നിങ്ങളുടെ കൂടെ ഒരു തലമുടിയില്ലാത്ത ഒരു ചെറുക്കനില്ലായിരുന്നു, അവൻ എന്തിയെന്ന് ചോദിക്കും. ദൈവം, ആ തലമുടിയില്ലാത്ത പണ്ട് നല്ലൊരു വർക്കർ ഉണ്ടായിരുന്നല്ലോ, തലമുടിയില്ലാത്ത ആൾ, ആ ആളെ ഇപ്പം വിളിച്ചാൽ കിട്ടാനുണ്ടോ എന്നൊക്കെ ഓരോ വീട്ട് ഈ ആൾ തന്നെ മുടിയോട്ട് ചെയ്യുന്നത് അതുപോലെ അല്ലേ. അപ്പം നിനക്ക് സന്തോഷമല്ലേ? സന്തോഷമാണ്. യേശുവേ നന്ദി. ഈശോ ചെയ്ത ഈ അത്ഭുതം കരഞ്ഞ് പ്രാർത്ഥിക്കണം. യാബസ് അദ്ദേഹം കർത്താവിനോട് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ. കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേട്ടു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇക്കാര്യം വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ, എല്ലാ ബന്ധുക്കളും എല്ലാ കൂട്ടുകാരും എല്ലാവർക്കും അറിയാവുന്ന, അവർക്കെല്ലാം അത് വലിയൊരു അത്ഭുതമായില്ലേ. അത്ഭുതമായി. ശരിക്കും ആ നാട്ടിൽ വികാരിച്ചനും ഇടവക്കാരും എല്ലാവരും അല്ലേ. ഇടവകയിലൊക്കെ അത് ശരിക്കും എല്ലാവർക്കും അറിയാവുന്നല്ലേ. ഞാൻ ദേവാലയ ശുശ്രൂഷയാണ്. അപ്പോൾ പബ്ലിക്കായ എല്ലാ ഇടവക്കാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യം, ഇത് രഹസ്യത്തിൽ നടന്ന കാര്യമെന്ന് വിചാരിക്കണ്ട. പബ്ലിക്കായിട്ട് ഇടവക്കാർക്ക് മുഴുവൻ അറിയാവുന്ന ഒരു സംഭവമാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കുക. ഗ്ലോറി, ഗ്ലോറി, ഹല്ലേലൂയ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ കുറഞ്ഞിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ കുറഞ്ഞിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിന് കൈതാനിട്ടില്ല ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിന് കൈതാനിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. കൈ ഉയർത്തി കൈയടിച്ച് പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. ഓ യേശുവേ, ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. പവർ, പവർ. വലിയ ആഹ്ലാദത്തോടെ കൈയടിച്ച് യേശുവേ. ആത്മാവിലും സത്യത്തിലും ആരാധന, ആരാധന, ആരാധന. ത്രിയേക ദൈവത്തിന് ആരാധന, ആരാധന, ആരാധന. ആത്മാവിലും സത്യത്തിലും ആരാധന. എല്ലാ ദൈവമക്കളും താളത്തിൽ കൈകളടിച്ച് മക്കളെ ഹൃദയഭാരങ്ങളെല്ലാം ദൈവ സന്നിധിയിൽ സമർപ്പിച്ച് ഈ രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മന്നയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന, ആരാധന. മന്നയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന. മലയിൽ നിറഞ്ഞു നിന്ന ഇസഹാക്കിൻ ദൈവത്തിന് ആരാധന, മലയിൽ നിറഞ്ഞു നിന്ന ഇസഹാക്കിൻ ദൈവത്തിന് ആരാധന. കൈകൾ ഉയർത്തി കൈയടിച്ച് ആരാധന, ആരാധന. ത്രിയേക ദൈവത്തിന് ആരാധന, ആരാധന, ആരാധന. ആത്മാവിലും സത്യത്തിലും ആരാധന, ആരാധന, ആരാധന. ത്രിയേക ദൈവത്തിന് ആരാധന. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. കർത്താവേ, അഭിഷേകം ചെയ്യുന്ന കർത്താവേ,
ഉന്നതങ്ങളിൽ നിന്ന് കൃപ വർഷിക്കണമേ കർത്താവ്. ആത്മാവിനെ പകരണമേ കർത്താവ്. യേശുവേ 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 ആരാധന 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 യേശുവേ ആരാധന ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ദയവ് ചെയ്ത് അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. ദൈവമക്കളെ, ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അനേക രാജ്യങ്ങൾ പകർച്ചവ്യാധിയുടെ പിടിയിൽ അമർന്ന് അതികഠിനമായ വിധം നെടുവീർപ്പെടുകയാണ്. വേദനകളുടെയും ഞെരുക്കത്തിൻ്റെയും ക്ലേശത്തിൻ്റെയും ഒരു അന്തരീക്ഷം നിലനിൽക്കുകയാണ്. നമ്മുടെ മാതൃരാജ്യവും വളരെ ശക്തമായ വിധം പ്രതിരോധം തീർക്കാൻ വേണ്ടി, രോഗത്തിനെതിരെ പകർച്ചവ്യാധിക്കെതിരെ പ്രതിരോധം തീർക്കാൻ വേണ്ടി, പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിലാണ്. ഓരോ പൗരനും ആ അധ്വാനത്തിലാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് ആ കാര്യത്തിൽ മുഴുകിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു കോണ്ടക്സ്റ്റിലാണ് ഇന്ന് അഭിഷേകാഗ്നി നാം കേൾക്കുന്നത്. ഇന്ന് എന്താണ് കർത്താവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, 4 വചനങ്ങൾ കർത്താവ് നൽകിയിട്ടുണ്ട്. ആ 4 വചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ വചനം യെശയ്യായുടെ പുസ്തകത്തിൽ 8-ാം അധ്യായം അതിൽ 11ഉം 12ഉം തിരുലിഖിതങ്ങളാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? തൻ്റെ ശക്തമായ കരം എൻ്റെ മേൽ വെച്ചുകൊണ്ട് അവിടുന്ന് എന്നോട് അരുളി ചെയ്യുകയും ഈ ജനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഈ ജനം സഖ്യമെന്ന് വിളിക്കുന്നതിന് നിങ്ങൾ സഖ്യമായി കരുതുകയോ ഈ ജനം ഭയപ്പെടുന്നതിന് നിങ്ങൾ ഭയപ്പെടുകയോ ചെയ്യരുത്. പരിഭ്രമിക്കുകയും അരുത്. സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധനായി കരുതുവീൻ. സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധനായി കരുതുവിൻ. ഇന്ന് നമ്മൾ ഭയപ്പെട്ടിരിക്കുകയാണ്. പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓർത്ത് ആകുലപ്പെടുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയാണ്, അവിടുന്ന് തൻ്റെ ശക്തമായ കരം എൻ്റെ മേൽ വെച്ചുകൊണ്ട് എന്നോട് അരുളി ചെയ്തു. ഈ ജനം ഭയപ്പെടുന്നതിനെ നീ ഭയപ്പെടരുത്. എന്താണ് ഈ ജനം ഭയപ്പെടുന്നതിനെ നീ ഭയപ്പെടരുത് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ദൈവമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ജീവിതങ്ങളുണ്ട്. ദൈവത്തെ പരിത്യജിച്ച് ജീവിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവത്തെ അറിയുന്ന ദൈവമക്കളുണ്ട്. ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് മറ്റുള്ളവർക്ക് ധൈര്യം പകരണം. ദൈവത്തെ അറിയുന്ന ഉറച്ചു നിന്ന് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ വെളിപ്പെടുത്തണം. ദൈവത്തെ അറിയുന്ന ഉറച്ചു നിന്ന് ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയണം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അവിടുന്ന് തൻ്റെ ശക്തമായ കരം എൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഈ ജനം ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്. ഈ ജനം സഖ്യമെന്ന് കരുതുന്നതിനെ നിങ്ങൾ സഖ്യമായി കരുതരുത്. ഇതിൻ്റെ പൊരുളിന് വേണ്ടി മക്കളെ നന്നായിട്ട് ധ്യാനിച്ച് പ്രാർത്ഥിക്കണം. രണ്ടാമതായി കർത്താവ് വെളിപ്പെടുത്തി തരുന്ന വചനമാണ് സങ്കീർത്തന പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൽ 7ഉം 8ഉം തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുക. 7-ാമത്തെ വാക്യമാണ്. അതായത് ഈ ദിവസങ്ങളിൽ നമ്മൾ പരിഭ്രമചിത്തരായി വീട്ടിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ച് മറ്റുള്ള കുറ്റങ്ങൾ പറഞ്ഞ് ഭയം ജനിപ്പിക്കുന്ന ചിന്തകളെല്ലാം പറഞ്ഞ് പെരുപ്പിച്ച് അങ്ങനെ ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യത്തെ മറന്ന് നാം വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെട്ട് സമയം കളയരുത്. നാം ദുരുപദേശങ്ങളിൽ ഏർപ്പെട്ട് സമയം കളയരുത്. നാം കുറ്റാരോപണങ്ങളിൽ മുഴുകി സമയം കളയരുത്. പരിഹാസങ്ങളിൽ മുഴുകി സമയം കളയരുത്. ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ. എഫേസൂസ് ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 16-ാം തിരുലിഖിതം, ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ. സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം. എങ്ങനെയാണ് സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തേണ്ടത്? അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്: നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥമായിരിക്കുക, ക്ഷമാപൂർവം അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുക. ഒരു കാര്യങ്ങൾ സംഭവിക്കുമ്പോഴേക്കും, ചരിത്രത്തിലൊരു കാര്യം സംഭവിക്കുമ്പോൾ പരിഭ്രമചിത്തരായി വിശ്വാസം നഷ്ടപ്പെടുത്തി, പ്രാർത്ഥന നഷ്ടപ്പെടുത്തി, ആകുലത കൂട്ടി, ഭയം വർദ്ധിച്ച്, ടെൻഷൻ കൂടി, വിശ്വാസമില്ല, പ്രാർത്ഥനയില്ല, കൃപയില്ല, ദൈവവിചാരമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക്, നിരാശയിലേക്കും സങ്കടത്തിലേക്കും പരിഭ്രമത്തിലേക്കും ഭയത്തിലേക്കും പോകരുത്.
നാം ഇന്ന് വരെ അനുഷ്ഠിച്ചു വന്നിരുന്ന ആത്മീയ കാര്യങ്ങളിൽ മുറുകെ പിടിച്ച് നിൽക്കണം. നാം ഇന്ന് വരെ അനുവർത്തിച്ചു വന്നിരുന്ന പ്രാർത്ഥനകളിൽ മുന്നേറണം. നാം ദൈവം നമുക്ക് ഇതിനു മുമ്പ് വർഷിച്ച കൃപകളും വചനങ്ങളും പ്രാർത്ഥനാ അഭിഷേകങ്ങളും അതിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് നാം നീങ്ങിക്കൊണ്ടിരിക്കണം. കർത്താവിന് മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടത്തേക്ക് കാത്ത്. നിങ്ങൾ ഒരുപക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ അനുഭവം കിട്ടുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കുമ്പോൾ പണ്ടത്തെ പോലെ ഒരു അനുഭവം തോന്നുന്നില്ല, പ്രാർത്ഥിക്കാൻ ഇരിക്കാൻ തോന്നുന്നില്ല. അങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിലും, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ ജീവിതം കടന്നു പോയാലും, എൻ്റെ മക്കളെ, ദൈവമായ കർത്താവിൻ്റെ വചനത്തിൻ്റെയും ആത്മാവിൻ്റെ പ്രേരണയുടെ വെളിച്ചത്തിൽ അച്ഛൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. അനുഭവം ഇല്ലെങ്കിലും റെഗുലറായി ചെയ്തു വരുന്ന പ്രാർത്ഥനകൾ മുടക്കരുത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ യൂട്യൂബിലൂടെ വചനം കേൾക്കുന്നു, നമ്മൾ ഓൺലൈനിലൂടെ വിശുദ്ധ കർമ്മങ്ങളിൽ പങ്കുചേരുന്നു, എല്ലാം നല്ലത് തന്നെ. എന്നാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മുഴുവനും ഇരുന്ന് വചനം കേട്ടാലോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ മുഴുവനും ഇരുന്ന് ന്യൂസ് കണ്ടാലോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ മുഴുവനും ടി വിക്ക് മുമ്പിൽ ഇരുന്നാലോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ മുഴുവനും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നാലോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ മുഴുവൻ ഓൺലൈനിൽ എല്ലാ കാര്യത്തിലും മുഴുകിയിരുന്നാലോ? സമയം പോയി കിട്ടും, അത് ശരി തന്നെയാണ്. പക്ഷെ അതാണോ കർത്താവിൻ്റെ അഭിഷ്ടം? അതാണോ കർത്താവിൻ്റെ അഭിഷ്ടം? അതാണോ എൻ്റെ കർത്താവ് എന്നെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നത്? നാം വിവേചന ബുദ്ധിയുള്ളവരായിരിക്കണം. നല്ല ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. അതിന് നാം ചെയ്യുന്ന കർത്താവിന് മുമ്പിൽ സ്വസ്ഥന കുറച്ച് സമയം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് മാറ്റിവെക്കണം. നമ്മൾ ഓൺലൈനിൽ വചനം കേൾക്കണം, ഓൺലൈനിൽ വിശുദ്ധ കർമ്മങ്ങളിൽ പങ്കുചേരണം. കുറച്ച് മണിക്കൂറുകൾ അതിനുവേണ്ടി മാറ്റിവെക്കുക. അതിനുശേഷം കുറച്ച് മണിക്കൂറുകൾ സ്വസ്ഥമായി പ്രാർത്ഥിക്കാൻ വേണ്ടി വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് നമ്മൾ മാറ്റിവെക്കണം. അത് പ്രിയ മക്കളെ, ഒരു നിശ്ചയമായിട്ട് ഇപ്പം തന്നെ എഴുതി വെക്കുക. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ, 1 മണിക്കൂർ എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റിവെക്കും. അതൊരു തീരുമാനമാക്കുക. അതുപോലെ തന്നെ വിശുദ്ധ വചന വായന, ദൈവവചനം വായിക്കണം. അത് കർത്താവിൻ്റെ അഭീഷ്ടമാണ്. ഞാനും നിങ്ങളും വചനം വായിക്കണം. വചനം കേട്ടാൽ മാത്രം പോരാ, ബൈബിൾ വായിക്കണം, വചനം വായിക്കണം. അതിനുവേണ്ടി അരമണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ മാറ്റി വെച്ചാലും നഷ്ടമല്ല. അതിനുവേണ്ടി കുറച്ച് സമയം ഈ ദിവസങ്ങളിൽ കണ്ടെത്തുന്നത് നല്ലതാണ്. ദൈവമക്കളെ ഓർക്കണം, അപ്പനും അമ്മയും മക്കളും യുവതിയുവാക്കന്മാരും കുട്ടികളെല്ലാം ഒരുമിച്ച് കുടുംബത്തിൽ ഇരിക്കുന്ന ദിവസങ്ങളാണ്. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്കുള്ളത്. അതുകൊണ്ട് കുറേ സമയം ഇങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മാറ്റിവെക്കാൻ പറ്റും. വചന വായന, അതുപോലെ തന്നെ എപ്പോഴും വചനം വായിച്ചുകൊണ്ടിരുന്നാലോ അതും അത്ര നല്ലതല്ല. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? കുറച്ച് സമയം നാം വിശുദ്ധന്മാരുടെ ജീവചരിത്രങ്ങൾ വായിക്കുന്ന നല്ലതാണ്. ഒരു 15 മിനിറ്റോ 1/2 മണിക്കൂറോ ക്രമീകരിക്കാവുന്നതാണ്. കുറച്ച് സമയം അതിനുവേണ്ടി നമ്മൾ ക്രമീകരിക്കണം. വിശുദ്ധന്മാരുടെ ജീവചരിത്രങ്ങൾ വായിക്കുക. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കുറച്ച് പ്രാർത്ഥനകൾ നമ്മൾ എത്തിക്കണം. കുറച്ച് പ്രാർത്ഥനകൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കണം. ജപമാല, യാമപ്രാർത്ഥനകൾ, കുരിശിൻ്റെ വഴി, കരുണക്കൊന്ത, ഇങ്ങനെ ചില പ്രാർത്ഥനകൾ നമുക്ക് ചെല്ലാൻ പറ്റും. പാരമ്പര്യ പ്രാർത്ഥനകളുണ്ട്, നമുക്കറിയാവുന്ന പ്രാർത്ഥനകളുണ്ട്. അത് അറിയാവുന്നതുപോലെ കുറേ പ്രാർത്ഥനകൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക. അതുപോലെ ലോകത്തിൽ ഞെരുക്കം അനുഭവിക്കുന്നവരും നമ്മുടെ പ്രാർത്ഥന അർഹിക്കുന്നവരുമായ ധാരാളം പേരുണ്ട്. അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെല്ലുക. അവർക്ക് വേണ്ടി കുറച്ച് നേരം ദൈവസന്നിധി മധ്യസ്ഥ വഹിക്കുക. അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുറച്ച് സമയം നമുക്ക് നീക്കി വെക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ പല വിധത്തിൽ ഒരു ദിവസം, പിന്നെ കുറച്ച് നമ്മൾ നിർബന്ധമായിട്ട് കുറച്ച് സമയം കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കണം. നമ്മൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഓൺലൈനിൽ വചനം കേൾക്കുന്നു, ഓൺലൈനിൽ വിശുദ്ധ കുർബാന കൂടുന്നു. അതോടൊപ്പം ഈ ഒരു കാര്യം മറന്നു പോകരുത്. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു കുടുംബ സദസ്സ്, കൃപയുടെ കാര്യങ്ങൾ പറയണം, കൃപാവചസ്സുകൾ പറയണം, തമ്മിൽ ധൈര്യപ്പെടുത്തണം. ഭയപ്പെടുത്തുന്ന വാർത്ത ന്യൂസൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഭയം തോന്നുന്ന വിധത്തിലായിരിക്കും ചിലപ്പോൾ അവതരണങ്ങളൊക്കെ. പക്ഷെ അതൊന്നുമല്ല, അതിനും അപ്പുറത്താണ് ദൈവത്തിൻ്റെ പരിപാലനം, അതിനും അപ്പുറത്താണ് ദൈവത്തിൻ്റെ ക്രമീകരണങ്ങൾ. ദൈവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്ത ഉയർത്തുന്ന വിധം കൃപാവചനങ്ങൾ കുടുംബ സദസ്സ് കൂടുമ്പോൾ ദൈവിക കാര്യങ്ങളും വചനത്തിലെ വെളിപ്പെടുത്തലുകളൊക്കെ സംസാരിച്ച് തമ്മിൽ കൃപ വർദ്ധിപ്പിക്കണം. ഒന്ന് ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിഭ്രമത്തിന് നമ്മുടെ കുടുംബങ്ങളെ വിട്ടുകൊടുക്കരുത്. പരിഭ്രമത്തിന് നമ്മുടെ കുടുംബാംഗങ്ങൾ വിട്ടുകൊടുക്കരുത്. 37-ാം സങ്കീർത്തനത്തിൽ 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: പരിഭ്രമിക്കരുത്, അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കർത്താവ് ചിന്തിക്കാൻ നൽകിയിരിക്കുന്ന 3-ാമത്തെ വചനമാണ് ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം. അതിൽ 6-7 തിരുലിഖിതങ്ങൾ. 5 കുരുവികൾ 2 നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല.
നിങ്ങളുടെ തലമുടിയുടെ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരത്രേ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എന്താ ഇതിൻ്റെ അർത്ഥം? എനിക്ക് സിമ്പിളായിട്ട് മനസ്സിലായി, ഞാൻ നിങ്ങളോട് പറയാം. ദൈവമക്കളെ, എന്തു തന്നെ സംഭവിച്ചാലും ദൈവം നിശ്ചയിച്ച ഒരു സമയമുണ്ട്, അന്നേ നമ്മൾ മരിക്കുകയുള്ളൂ. ദൈവം നിശ്ചയിച്ചൊരു മണിക്കൂർ, അന്നേ നമ്മൾ മരിക്കും. അതിനു മുമ്പ് എന്തൊക്കെ സംഭവിച്ചാലും ശരി, ദൈവം നിശ്ചയിച്ച സമയം വരെ നമ്മൾ ജീവിക്കും. ദൈവം നിശ്ചയിച്ച സമയം എത്തിയാൽ പിന്നെ നമ്മൾ എത്ര പ്രൊട്ടക്ഷൻ എടുത്താലും ശരി, ദൈവം നിശ്ചയിച്ച സമയത്ത് നമ്മൾ ഈ ലോകം വിട്ടുപോകണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിപാലനയിൽ ഹൃദയം ഉറപ്പിക്കുക. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, 5 കുരുവികൾ 2 നാണയത്തുറന്ന് വിൽക്കപ്പെടുന്നില്ലേ, അവയിൽ ഒന്നുപോലും ദൈവസന്നിധി വിസ്മരിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ തലമുടിയുടെ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടണ്ട, അനേക കുരുവികളെക്കാൾ വിലയുള്ളവരാണ് നിങ്ങൾ. ഹല്ലേലൂയ. കർത്താവ് 4-ാമത്തെ വചനമാണ് എഫേസസ് ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 16-ാമത്തെ തിരുലിഖിതം. നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുവിൻ. ഈ സമയം അലസതയ്ക്ക് വിട്ടുകൊടുക്കരുത്, വെറുതെ വേസ്റ്റ് ആക്കരുത്. വചനം വായിച്ചും പ്രാർത്ഥിച്ചും ദൈവിക കാര്യങ്ങൾ കൃപയ്ക്കുമേൽ കൃപ വളർന്നും മറ്റുള്ളവർ കൊണ്ട് പ്രാർത്ഥിച്ചും ഈ ദിവസങ്ങളും മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളും സ്വർഗത്തിൽ ഒരു നിക്ഷേപമാക്കി മാറ്റണം. എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയം നമുക്ക് പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം പരിശുദ്ധ കുർബാന ഉയർത്തി കുടുംബങ്ങളെയും ഓരോരുത്തരെ ആശീർവദിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന്, യേശുവേ, എൻ്റെ ഹൃദയം ഞാൻ അങ്ങേക്ക് തരുന്നു. അങ്ങനെക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, അങ്ങനെക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാണ്. അങ്ങയിൽ നിന്നൊരു സെക്കൻഡ് അകന്നു പോകാൻ അനുവദിക്കരുത്. വ്യർത്ഥ ചിന്തയ്ക്കും വ്യർത്ഥ ഭാഷണത്തിന് എന്നെ വിട്ടുകൊടുക്കരുതേ. മുട്ടുമേൽ നിന്ന് 2 കരങ്ങൾ ഉയർത്തി ഈശോയിലേക്ക് നോക്കി യേശുവിനെ വിളിക്കാം. യേശുവേ, യേശുവേ, യേശുവേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, നീ എന്നും മതിയായവൻ. 2 കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവങ്ങളും ഒരുമിച്ച് യേശുവേ, 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 ദൈവമേ, നീ എന്നും മതിയായവൻ, നീ എന്നും മതിയായവൻ, നീ എന്നും മതിയായവൻ. ആരാധിക്കാം ഈ ജീവിതം തന്നതിനായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം എനിക്കായുസ്സു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും മതി തീരുമോ, എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്ര കാലം നിന്നെ പുകഴ്ത്തി